ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ആമിനൻ്റെ ബ്രൈഡ് ടു ബി ആണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പ്ലാൻ ചെയ്ത് കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇറങ്ങി ഏകദേശം ഞങ്ങൾ ലൊക്കേഷനൊക്കെ എത്താറായിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നേരെ ഞങ്ങൾ 5-6 പേരായിട്ടോ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ ചക്കരയോ ആമിനയോ ആരോ വണ്ടി അതാരാമിനായോ ചക്കര. അങ്ങനെ ഞങ്ങൾ ഏകദേശം ലൊക്കേഷൻ എത്തിയിട്ടോ. ഏകദേശം അല്ല, ഞങ്ങൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞാട്ടോ നമ്മുടെ ലൊക്കേഷൻ. വേറെ ഞങ്ങൾ കുറച്ച് എസ്തെറ്റിക് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നായിരുന്നു പ്ലാനിങ്. അപ്പോൾ ഇതാണ് കേസ് ഞങ്ങളുടെ ബ്രൈഡ് വണ്ടി ഓടിക്കുന്ന വീഡിയോകളൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നേ. ഭയങ്കര വൈബായിരുന്നു. നമ്മൾ സത്യം പറഞ്ഞാൽ ലൊക്കേഷൻ ലാസ്റ്റ് മിനിറ്റാണ് ഞങ്ങൾ മാറ്റിയത്. ഇതുവരെ വേറൊരു സ്ഥലമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ കരുതി നമുക്ക് ഇവിടെ ആക്കാം, അതായത് ഇതൊരു വനമാണ്, നമുക്കിവിടെ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ലാസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് എത്തിയിരുന്നത്. അങ്ങനെ എല്ലാവരും വന്ന് ഭയങ്കര എന്താ പറയുക, ഏറെ നാളത്തെ പ്ലാനിങ്ങിൽ ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടിയൊക്കെ സെറ്റാക്കിയത് കേട്ടോ. അങ്ങനെ ലൊക്കേഷൻ എത്തി. എല്ലാവരും അവിടെ സ്നേഹപ്രകടനങ്ങൾ കാര്യങ്ങൾ, ഇവിടെ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അതുപോലെ ഇനിയാണ് കേസ് പല പല കാര്യങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ചട്ടി, കലം, പാട്ട, കുപ്പി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും പുറത്തെടുക്കുന്ന നിമിഷമാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ബ്രൈഡ്. ചിരിക്കാൻ പറഞ്ഞപ്പോൾ എന്താ ചിരി. ഇതാണ് കേസ് ഞങ്ങളുടെ ടീം. സോ നമ്മളെല്ലാം പ്രിപ്പറേഷൻ്റെ പ്ലാനിങ്ങിലാണ്. അങ്ങനെ ഇതാണ് ലൊക്കേഷൻ കേട്ടോ. നല്ല ഫുൾ ഗ്രീനറി ആയിട്ടുള്ള നല്ലൊരു കിടിലം സ്പോട്ടാണ്. അങ്ങനെ ഞങ്ങൾ കുറേ സ്ഥലങ്ങളൊക്കെ നോക്കി നടന്നതിന് ശേഷം ലാസ്റ്റ് ഫൈനലി വിരിച്ചിട്ടുണ്ട് തറയിലൊക്കെ. ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെയൊക്കെ ഉള്ള ഓരോരുത്തരായിട്ട് അവരുടെ ഓരോരോ സജഷൻസ് കാര്യങ്ങളൊക്കെ പറയുവാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെ വാക്കുകളും മാനിച്ചു കൊണ്ട് ലാസ്റ്റ് ഫൈനലി വിരിച്ചിട്ടുണ്ട്. വിരിച്ച് അതിലൊക്കെ ഓരോരോ സാധനങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവയ്ക്കുകയാണ്. അപ്പം കൊണ്ടുവയ്ക്കുന്ന വീഡിയോ ഒക്കെ സെപ്പറേറ്റ് ആണ് ചെയ്തേക്കുന്നത്. അതൊക്കെ ഇതിൽ കൂടെ വരുന്നതായിരിക്കും. പിന്നെ നമ്മളെല്ലാം സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് അതേപോലെ അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ബ്രൈഡിൻ്റെ കുറച്ച് ഷോട്ടൊക്കെ എടുത്തിട്ടോ. ഞാൻ ചിരിക്കാൻ പറഞ്ഞപ്പോൾ ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരും. ഉദ്ദേശിച്ച പോലെ കുറച്ച് ക്ലിപ്സൊക്കെ കിട്ടിയിട്ടോ. കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അവളുടെ നടക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അവളെ ആ ഒരു രീതിക്കൊക്കെ നടക്കാനൊക്കെ എങ്ങനെയൊക്കെ പഠിപ്പിച്ചെടുത്ത് 1000 വട്ടം ടേക്ക് എടുത്തെടുത്താണ് കേസ് ഞങ്ങൾ അവസരം ഒപ്പിച്ചത്. എടുക്കാൻ പറയുമ്പോൾ അവൾ ഓടുകയാണ് ചെയ്യുന്നതായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ടേക്ക് നമ്മൾ എടുത്തിട്ടാണ് പറഞ്ഞാൽ ശരിയായത് തന്നെ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഓരോരോ ഐറ്റംസ് ആയിട്ട് കൊണ്ടുവയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഷൂട്ട്സൊക്കെ എടുത്തു. അതുപോലെ ഗ്ലാസ് ഓരോ ആൾക്കാർ വെക്കുന്ന ജഗ്, പിന്നെ ഞാൻ കുറച്ച് ജഗ്ഗൊക്കെ വെച്ച് കുറച്ച് ചായയൊക്കെ ഇട്ടു. അങ്ങനെ പിന്നെ കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ ഓരോരോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് വേറൊരു വീഡിയോ റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ക്ലിപ്പ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവളുടെ കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണ്. എൻ്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. എന്ന് പറയുമ്പോ അവിടുന്ന് ഇവിടെ ബാസ്ക്കറ്റ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അതിന്റെ അടുത്ത ഷോട്ട് ഇവിടെ ഇങ്ങനെ ബുക്ക് അവിടെ ഐ മീൻ അവിടെ ഇരുന്ന് വായിക്കണം. ആ ഡെക്കറേഷൻ എല്ലാം കാണും. ഒരു ബ്രൈഡിന്റെ രോദന കേൾക്കണം ഗൈസ്. ഞാൻ വല്ല കണ്ടു. ഇവന്മാരാണ് നമ്മളുടെ ക്യാമറമാൻ. പേരെന്താടാ? അതൊക്കെ A few moments later.
അവളുടെ വീഡിയോസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ടോ. ഇരിക്കാനായിരുന്നു അടുത്ത അടി, എല്ലാവരും കൂടി ബഹളവും. പക്ഷെ ഒരു വൈബായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും ഇരുന്നു അതിൻ്റെ കുറച്ച് ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തേ. സംസാരിക്കുന്ന പോലെ അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ എല്ലാം കൂടി അങ്ങനെ ജീവിച്ച് മരിക്കുകയാണ് ഗൈസ്. ഫൈനലി ഞങ്ങൾ ആനങ്ങളുടെ കിടിലം ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തു. ദെൻ അടുത്ത കേക്ക് കട്ടിങ് കാര്യങ്ങൾ ഒക്കെ ആയി. പിന്നെ അടി ബഹളം തീറ്റ എല്ലാം ആയിട്ടോ വെച്ചിരുന്ന സാധനങ്ങളൊക്കെ ഫുൾ തിന്ന് തീർത്തു. പിന്നെ നെക്സ്റ്റ് ഡേത്തെ പ്ലാനിങ് അതിൻ്റെ ഇടയിൽ ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് സിംഗിൾ പിക്ക് ഗ്രൂപ്പായിട്ട് ഞങ്ങളൊക്കെ പിക്കൊക്കെ എടുത്തിട്ടോ. 3-4 മണിക്കൂറത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങൾ ഫൈനലി ഇറങ്ങിട്ടോ. പാട്ടൊക്കെ പാടി ഞങ്ങളെല്ലാവരും യാത്രയായി. അപ്പോൾ ഇനി എന്തായാലും കാത്തിരിക്കുക. എന്തായാലും മാരേജിൻ്റെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, ബൈ.